എടുക്കുന്ന ചെറിയ എടുക്ക് ഒരു വണ്ടിക്ക് കറക്റ്റ് പോവാം. ലേക്ക് കുമാൻ്റെ ഒരു സൈഡ് കാണിച്ചു താഴോട്ട് ഇറങ്ങി പോവല്ലേ. ഇന്നും താഴോട്ടൊന്ന് ഇറങ്ങി വെക്കാം. വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് സേഫ് ഒന്നല്ല. ഇനി കിട്ടിയെടുത്തിട്ടാണ് സ്ഥലം ഒന്നല്ല ഒന്നാമത്. ഏരിയ എല്ലാം അടിപൊളി സ്ഥലം ഉണ്ടോ. സ്പേസ് തീരില്ലാത്ത റോഡാണ്. പെട്ടെന്ന് താഴെ പോയിട്ട് പെട്ടെന്ന് പോവുക. ഇതുവഴി ഇറങ്ങാത്തോണ്ടല്ലേ താഴോട്ട് ഇതുവഴിയാണ് നേരെ ഇറങ്ങിപ്പോവുക. ആൾക്കാർ കയറുന്ന ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇവിടെ വീടും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 1 hour എടുക്കും. 1 hour ഉണ്ട്. ഒരു 1 hour എടുക്കുന്നത് ഒരു 60-65 കിലോമീറ്റർ ഓടാണ്. ഇവിടുന്ന് കിടിലം വ്യൂ ആണ് കേട്ടോ. ബോട്ട് നടന്ന് വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. താഴോട്ട് നേരെ പോവാം. താഴെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. വലിയ സ്പേസും ഇല്ല, തേങ്ങയില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടായിരിക്കും. പാർക്കിംഗ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ വഴിയിലൂടെ ഇടേണ്ടി വരും. ഫൈൻ ഏരിയ കണ്ടത് എന്താ ഫൈനിന് എല്ലാവരും ആയിട്ടും ഫൈൻ തന്നെയല്ലേ. ഇടുക്ക് സ്ഥലമാണ്. ഇടുക്കെന്ന് വെച്ചാൽ ചെറിയ ഇടുക്ക് ഒരു വണ്ടിക്ക് കറക്റ്റ് പോവാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലൂടെ എത്താൻ ഞങ്ങൾ കുറച്ച് മീറ്ററാണ്. വണ്ടിക്ക് കാട്ടിലിട്ട് പഠിച്ചു. ഇതൊക്കെ പേ പാർക്കിങ്ങാണ്. മുന്നോട്ട് പോയത് അതിനുള്ള മാപ്പും വെച്ചിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. തൽക്കാലത്ത് ഇതാണ് കോങ്ങാനും തന്നെയാണ്. അതിനപ്പുറത്ത് കാണാം ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടൊക്കെ എടുക്കുക, പോവുക. അപ്പുറത്ത് മലയും കൊണ്ടൊക്കെ ഉണ്ട്. വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഈ പരിപാടിയൊക്കെ ഉള്ളു ഉണ്ടോ. ഇവിടെ വണ്ടിയിട്ട് പാർക്കിങ് പേ പാർക്കിങ് ആയിരിക്കും. ഒന്നും കാണാനൊന്നുമില്ല. നമ്മളിവിടെ എല്ലാമാണ് നോക്കാൻ പോവുക. വ്യൂ മാത്രമേ വേറെ പരിപാടിയൊന്നും ഇല്ല തോന്നുന്നു. ഇവിടെ എന്തൊക്കെ പാർക്കൊക്കെ ഉണ്ട് തോന്നുന്നു. ഇതിൻ്റെ അടുത്ത് കുറച്ചുകൂടി പോകണം പാർക്കിലോട്ട്. ഇവിടെ അപ്പുറം താറാവ് മുന്നിൽ കുളിക്കുന്നുണ്ട്. താറാവൊക്കെ ഒരു താറാവ് ഫാമിലി പോകണ്ട. അപ്പുറത്ത് കണ്ടാണ് ചെറിയ കുട്ടിയും താറാവും.